നമസ്കാരം. വൃന്ദാവന സുധയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ചേർപ്പില്ല അന്യങ്ങളൊന്നും പരിചൊടു വിമലം സത്വഭാവേന ജാതം വ്യാസൻ വാക്കാൽ പ്രസിദ്ധം തവ വപുവുളവായി ഭൂതഭൂതേന്ദ്രിയത്താൽ ശുദ്ധം തദ്രൂപമെന്നും തെളിയുമതു സദാ മോദമേകുന്നു. ധന്യർ കേട്ടും ധ്യാനിച്ചും ഉള്ളിൽ രസമൊടു മധുരം നിൻ വപുസ്സിൽ രമിപ്പൂ. പൊന്താത്തൊരു ശ്ലോകമാണ്. 1-2 പ്രാവശ്യം വായിക്കാം, അപ്പോൾ ഒരു ധാരണ വരും. ചേർപ്പില്ല അന്യങ്ങളൊന്നും പരിചൊടു വിമലം സത്വഭാവേന ജാതം വ്യാസൻ വാക്കാൽ പ്രസിദ്ധം തവ വപുവുളവായി ഭൂതഭൂതേന്ദ്രിയത്താൽ ശുദ്ധം തദ്രൂപമെന്നും തെളിയുമതു സദാ മോദമേകുന്നു. ധന്യർ കേട്ടും ധ്യാനിച്ചും ഉള്ളിൽ രസമൊടു മധുരം നിൻ വപുസ്സിൽ രമിപ്പൂ. ഇവിടെ ചേർപ്പില്ല, ഒന്നും ഇടകലർത്തിയിട്ടില്ല, ശുദ്ധമാണ്. അന്യങ്ങളൊന്നും പരിചൊടു വിമലം. വിമലം എന്ന് പറഞ്ഞാൽ എന്താ? വിമല എന്ന് പറഞ്ഞാൽ താമരപ്പൂവ് എന്നർത്ഥം. പേര് സ്ത്രീകൾക്ക് വിമല എന്നിടും. വിമലം മലമല്ലാത്തത് താമര. സത്വഭാവേന ജാതം. സത്വഭാവേന, അതായത് രജോ ഗുണം തമോ ഗുണമല്ല, സാത്വിക ഭാവമാണ്. സത്വഭാവേന ജാതം, അല്ലെങ്കിൽ സത്വങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യരെന്നർത്ഥം പറയാം. മനുഷ്യരായിട്ട് ജനിച്ചു. ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. വ്യാസൻ വാക്കാൽ പ്രസിദ്ധം. വ്യാസരുടെ വാക്കുകളാണ് പ്രസിദ്ധം. ആരെ പറ്റി? ഭഗവാനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും തത്വശാസ്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. തവ വപുവുളവായി, അങ്ങയുടെ ശരീരം. വപു എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ തവ വപുവുളവായി ഭൂതഭൂതേന്ദ്രിയത്താൽ, പഞ്ചഭൂതങ്ങളെ കൊണ്ട്. ഭൂതഭൂത ഇന്ദ്രിയത്താൽ, അല്ലേ? പഞ്ചഭൂതങ്ങളെ കൊണ്ട് കയ്യും കാലും മെയ്യും മൂക്കും കണ്ണും നാസാരന്ധ്രങ്ങളും ശ്രോത്രങ്ങളും എന്ന് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ. അപ്പോൾ ഭൂതഭൂതേന്ദ്രിയത്താൽ ശുദ്ധം തദ്രൂപമെന്നും. ഭഗവാന്റെ രൂപം ശുദ്ധമാണ്, നമ്മുടെയും രൂപം ശുദ്ധമാണ്. എന്താ കാരണം? ഭഗവാൻ ഉള്ളിലിരിക്കുന്നുണ്ട്. ഭഗവാൻ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണത്തിൽ ചൈതന്യവത്തായിട്ട് നമ്മൾ ഓരോരുത്തരും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഇതറിയണില്ല നമ്മൾ. അതാണ് അറിവില്ലായ്മ. ആ അറിവില്ലായ്മ മാറ്റി ആ അറിവോട് കൂടിയിട്ട് ഈശ്വരനെ ആരാധിച്ചാൽ നമ്മൾ വിജയിച്ചു. അപ്പോൾ ശുദ്ധം തദ്രൂപമെന്നും തെളിയുമതു സദാ. ഇപ്പോൾ തെളിയണില്ല. എന്തുകൊണ്ടാണ് തെളിയാത്തത്? അന്ധകാരം, അജ്ഞാനം. അജ്ഞാനമാകുന്ന തിമരം ബാധിച്ചാൽ ഒന്നും തെളിയില്ല. ഇറ്റ് ഈസ് ദർ, പക്ഷെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. തെളിയുമതു സദാ. തെളിഞ്ഞാലോ മോദമേകുന്നു. നമുക്ക് സന്തോഷം, ആനന്ദം, പരമാനന്ദം അനുഭവിക്കാമെന്നാ. മോദമേകുന്നു. അത് ആസ്വദിക്കുന്നവരാരാ? ധന്യർ. കേട്ടും ധ്യാനിച്ചും ഭഗവാനെ പറ്റി കീർത്തനങ്ങൾ കേൾക്കുക, കേട്ടതിനെ മനനം ചെയ്യുക, മനനം ചെയ്തതിനെ ധ്യാനിക്കുക. കീർത്തിക്കും വേണം, ധ്യാനിക്കും വേണം. അപ്പോൾ കേട്ടും ധ്യാനിച്ചും ഉള്ളിൽ രസമൊടു മധുരം. രസമൊട് സത്താമാത്രനാ ഈശ്വരനെ. അപ്പോൾ സത്താമാത്രമായിരിക്കുന്ന അതരം മധുരം, സർവം മധുരം. അപ്പോൾ രസമൊടു മധുരം നിൻ വപുസ്സിൽ രമിപ്പൂ. ഭഗവാന്റെ ശരീരത്തിൽ നമ്മൾ രമിക്കുക എന്ന് പറഞ്ഞാൽ കേശാദിപാദം, പാദാദികേശം, അംഗപ്രത്യംഗങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ട് ആസ്വദിക്കുക. ജീവിതം അതാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.